വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 21-ാമത്തെ വാക്യം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പഴയ നിയമ ഭക്തന്മാരും കർത്താവായ യേശുക്രിസ്തുവും സഭയുടെ ആരംഭകാലത്തിൽ വിശുദ്ധന്മാരും പ്രത്യേക സമയങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചതായിട്ട് നാം വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നു. ഉപവാസം രണ്ട് വിധത്തിൽ അനുഷ്ഠിക്കാവുന്നതാണ്. പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ദൈവത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വിശ്വാസികൾ അവരുടെ സ്വയ സമർപ്പണത്തിനും വിശുദ്ധീകരണത്തിനുമായി ഉപവസിക്കാറുണ്ട്. ആത്മീയ വർധനവാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്നതുപോലെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ആത്മീയ പുതുക്കം പ്രാപിക്കാൻ ഉപവാസവും പ്രാർത്ഥനയും നമ്മെ സഹായിക്കും. നമ്മുടെ ഇടയിൽ കടന്നു വരുന്ന ഉപവാസങ്ങൾ അധികവും ലക്ഷ്യത്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാകുകയില്ല. ആത്മീയ വർധന വ്യക്തമായി നിർണ്ണയിക്കുവാൻ സാധ്യമല്ലാത്തതിനാൽ ഈ ഉപവാസം ഫലപ്രാപ്തിയിൽ എത്തിയോ എന്ന് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കുകയില്ല. വ്യക്തമായ മാനദണ്ഡങ്ങൾ ഇല്ലാത്തതാണ് ഇങ്ങനെയുള്ള ഉപവാസങ്ങളുടെ പരാജയം. രണ്ടാമതായി, ഉപവാസം ഒരു ആത്മീയ ആയുധമായി ഉപയോഗിക്കാവുന്നതാണ്. ഇപ്രകാരം ഉപവസിക്കുമ്പോൾ വ്യക്തമായൊരു ലക്ഷ്യം നമുക്ക് ഉണ്ടായിരിക്കും. ആ ലക്ഷ്യം നേടുന്നതിന് പര്യാപ്തമായെങ്കിൽ ആ ഉപവാസം വിജയമാണ്. എസ്തർ, നെഹെമ്യാവ്, യേശുക്രിസ്തു, ദാനിയേൽ, ആദിമസഭ എന്നിവരുടെ ഉപവാസങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞ വിജയങ്ങളായ ഉപവാസങ്ങളായിരുന്നു. ശത്രുവായ പിശാചിന്റെ ബലത്തെ തകർക്കുന്ന വിധത്തിൽ ഉപവാസം ഒരു പോരിൻ്റെ ആയുധമായി നാം ഉപയോഗിക്കുമ്പോഴാണ് വിജയം പ്രാപിക്കാൻ കഴിയുന്നത്. ഈ രണ്ട് ഉപവാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കുവാൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാം ഘട്ട ഉപവാസം ദൈവത്തോട് അടുക്കുന്നതിന് വേണ്ടിയാണ്. രണ്ടാം ഘട്ട ഉപവാസം സാത്താനോട് എതിർത്ത് നിൽക്കുന്നതിനാണ്. ദൈവത്തോട് അടുത്ത് ചെല്ലുകയും സാത്താനോട് ചേർത്ത് നിൽക്കുകയും വേണം. ദീർഘനാളുകൾ ഉപവസിക്കുന്നവർ സ്വന്തം താല്പര്യപ്രകാരം ഉപവാസമെടുക്കുവാൻ തീരുമാനിക്കാതെ പരിശുദ്ധാത്മാവിന് നിർദ്ദേശപ്രകാരം തുടങ്ങുകയും ആത്മനിറവിലും നടത്തിപ്പിലും സ്ഥിരതയോടെ അതിൽ തുടരുകയും ചെയ്യുമ്പോൾ നമുക്കെതിരായി നിൽക്കുന്ന ശത്രു കീഴടങ്ങും. അപ്രകാരമുള്ള സാത്താൻ്റെ കീഴടങ്ങൽ സഭയുടെ വളർച്ചയ്ക്കായി അനുഭവപ്പെടുകയും ചെയ്യും. ഏത് സാഹചര്യത്തിലും പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നാം ഒരു നാളും വിസ്മരിച്ചു കളയരുത്. നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും ആത്മീയ വർധനയ്ക്കും ദൈവനാമ മഹത്വത്തിനുമായി തീരട്ടെ. ഈ പോരാട്ടമുള്ള ലോകത്തിൽ ജീവിക്കുവാൻ ദൈവകൃപ നമുക്ക് ഏറെ ആവശ്യമാണ്. കൃപയുടെ വാതിൽ നമുക്കായി ദൈവം തുറന്നിരിക്കുന്നു. സമയഭേദം കൂടാതെ ദൈവസേനയെ പ്രാർത്ഥിക്കുന്നവരായി ദൈവഗതം തിരിച്ചറിയുന്നവരായി നമുക്ക് കടന്നുചെല്ലാം. നമ്മുടെ സകല ഭാരങ്ങളെയും ഇറക്കി വയ്ക്കാൻ പറ്റിയ ഒരിടം കർത്താവിൻ്റെ സന്നിധി മാത്രമാണ്. മറ്റാരേക്കാളും അധികം അവിടുന്നാണ് നമ്മെ നന്നായി അറിയുന്നത്. ആ ദൈവസേനയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന സ്വർഗം കൈക്കൊള്ളും. നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിയാൻ ഇടയായിത്തീരും. അവിടെ നമ്മെ ബലപ്പെടുത്തി ഓരോ ദിവസവും ശക്തീകരിക്കും.